ഗാസ പൂർണ്ണമായി വളഞ്ഞ് ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ്. വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണോ ഇപ്പോൾ ഇസ്രായേൽ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേൽ അത് മാനിച്ചു. അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, വെറുതെ ഒന്നുമല്ല അവർ പറയുന്നത്. അപ്പോൾ ഒക്ടോബർ 7 വരികയാണ് വീണ്ടും. ആ ഒക്ടോബർ 7 മുമ്പ് അവർ ഫിനിഷ് ചെയ്തിരിക്കും ഹമാസിനെ. അത് തന്നെയാണ് അവരുടെ പ്ലാൻ, ഗെയിം പ്ലാൻ. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും വിചാരിച്ചല്ല. തീർച്ചയായിട്ടും അതൊരു വൻ വിജയം തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വർഷം മുമ്പ് ഈ ഒക്ടോബർ 7 ഈ സംഭവം ഉണ്ടായപ്പോൾ ഭദ്രകുമാർ ഉൾപ്പെടെ, MK ഭദ്രകുമാർ ഉൾപ്പെടെ നമ്മുടെ ബുദ്ധിജീവി വർഗങ്ങളെല്ലാം, ഇടതുപക്ഷ സഹചാരികളായ ബുദ്ധിജീവി വർഗം ഒന്നടങ്കം, ചരിത്രകാരന്മാരെ, എഴുത്തുകാരെ, നിരീക്ഷകന്മാരെ എല്ലാം ഇസ്രായേലിന് തീർന്നു. അവരുടെ അയൺ ടോംബ് പോയിട്ട് അത് വെറും ടോംബായിട്ട് മാറി എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേലിൻ്റെ ശവകുടീരമാണ് പലസ്തീനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഹമാസ് എന്നൊക്കെ. തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ നിന്നാണ് ഇസ്രായേൽ എണീറ്റത്. ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇവന്മാരെ എല്ലാം നശിപ്പിച്ചു. ഹെസ്ബല്ലയും ഹൂത്തികളെയും ഹമാസിനെയും എല്ലാം തൂത്തുവാരി. ഹമാസായിരുന്നു ഏറ്റവും വലിയ ഭീഷണി. ഹമാസിനെ നേരിടാനൊന്നും ഇസ്രായേലിന് പറ്റില്ല. ഹമാസിൻ്റെ ശക്തി അറിയില്ലോ, ഹെസ്ബല്ലയുടെ ശക്തി അറിയില്ല, നിങ്ങൾക്ക് ഹൂത്തികളുടെ ശക്തി അറിയില്ല. ഇതൊക്കെയാണ് MK ഭദ്രകുമാർ എന്ന് പാടിക്കൊണ്ട്. ഇത്രയേ ഉള്ളൂ ഭദ്രകുമാർ എന്നിപ്പോൾ മനസ്സിലായി. ഹമാസും ഇത്രയേ ഉള്ളെന്ന് മനസ്സിലായി. നമ്മളത് വിശ്വസിച്ചു. കാരണം നമ്മൾ ഈ അംബാസഡറും പ്രതിപുരുഷനും ഒന്നും അല്ലല്ലോ, നമ്മൾ അത്തപ്പാടി. ഇതെല്ലാം കേട്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിക്കില്ല. IAS ഒക്കെ കിട്ടി, അങ്ങേയറ്റത്തെ പരീക്ഷയൊക്കെ എഴുതി, അങ്ങേയറ്റത്തെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് IAS കിട്ടിപ്പോയല്ലേ, ആധികാരികമായിട്ടങ്ങ് പറയാം ഇസ്രായേൽ തീർന്നു. അപ്പം ദൈവമേ കഷ്ടമുണ്ടല്ലോ, ഞങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് പാവപ്പെട്ട പിള്ളേർ പോയി കഴിയുന്ന ഇസ്രായേലും ഉണ്ട്. അവിടെ വീട്ടുജോലിയൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് അവരെ ആക്ഷേപിക്കാറൊന്നും. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർ ജീവിച്ചു പോട്ടെന്നൊരു വിചാരമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇസ്രായേലുമായിട്ട് ഞാനവിടെ കൃഷി പഠിക്കാനും പോയിട്ടില്ല, അവരൊട്ട് ജോലിക്ക് പോകാൻ ഈ ജന്മത്ത് ഉദ്ദേശിക്കുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് എന്നെ അങ്ങ് വല്ലാതെ വിരട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഹമാസിൻ്റെ ശവപേടവും കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടെ തീർന്നു. തീർന്നു. പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്ത പോലെ നിൽക്കുകയാണ്, വിഭ്രാന്തിയോടുകൂടി വെറുണ്ട് നിൽക്കുന്ന ഹമാസിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്, നീ അവിടെ നിന്ന് പോയില്ലെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകളേ ഉള്ളൂ. ഇനി 72 മണിക്കൂർ കുറഞ്ഞു, ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ 48 കഴിഞ്ഞേ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള എത്ര? 22, 2, 24 വീണ്ടും ഒരു ദിവസം. ഈ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് അവൻ കീഴടങ്ങിയാതെ അവിടെ നിന്ന് ആയുധം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം ഇസ്രായേൽ അങ്ങ് തീരുമാനിക്കും. അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ചരിത്ര പുരുഷ കയറി വന്നിരിക്കുന്നു, ഗ്രീറ്റ തേൺബർഗ്, നമ്മുടെ അരുന്ധതി റോയിയെ പോലെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി വന്നത്. ഇതെല്ലാം ഒരുമാതിരി യുദ്ധം ഒരു തീരുമാനത്തിലെത്തുമ്പോൾ 4 കപ്പലുകളുമായിട്ട് വന്നിരിക്കുകയാണ് ഭക്ഷണം കൊടുക്കാൻ ഹമാസിന്. അവളുടെ ഒരു ആഗ്രഹമാണ്, യുവതിയല്ലേ, അതിൻ്റെ കൗമാരകാലത്ത് ഇറങ്ങിയതാണ് പരിസ്ഥിതി പ്രവർത്തനത്തിന്. ഇവിടുത്തെ ഇനിയിപ്പോൾ പരിസ്ഥിതി പ്രവർത്തനമെല്ലാം നിർത്തി ഇവിടെ വന്നിട്ട് ഹമാസിൻ്റെ പ്രവർത്തനത്തിന് ഉത്തേജനം നൽകാനുള്ള ഔഷധവീര്യമുള്ള ആഹാരങ്ങളുമായിട്ട് വന്നിരിക്കുക. എത്തേണ്ടി വന്നില്ല, അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. അതിന് മുമ്പേ കപ്പൽ 4 പിടിച്ച് ഇങ്ങനെ പൂട്ടിക്കെട്ടി ഗ്രീറ്റ തേൺബർഗിനെയും പിടിച്ച് ജയിലിട്ടു. ആരുമില്ല. നമ്മളല്ലേ അഫ്സൽ ഗുരുവിനെ, ആ കൊലപാതകി, ആ ഘാതകനെ, പാർലമെൻറ്റിൽ പോയ ആൾക്കാരെ കൊല്ലാൻ കള്ളത്തരം കാണിച്ച് പ്രവർത്തിച്ചവനെ നേരെ ചൊവ്വേ പറഞ്ഞുകൂടെ, ഞാനതാണ് ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യൻ ജനാധിപത്യവും തകർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ മതാധിപത്യത്തിൽ അള്ളാഹുവിലെ വിശ്വസിക്കുന്നുള്ളൂ, അതിന് പറഞ്ഞാൽ പോരെ മര്യാദയ്ക്ക്. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് എല്ലാ പാതകങ്ങളും ചെയ്തിട്ട് അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊരു പ്രതിപക്ഷ ബഹുബഹളമാണ്, എന്തൊരു സ്നേഹം അഫ്സൽ ഗുരുവിനോട്. വിശ്വഗുരുവിനോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമല്ലേ അഫ്സൽ ഗുരുവിനോട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അഫ്സൽ ഗുരുവാണെന്ന് തോന്നുന്നു. മദ്രസകളിൽ നൽകുന്ന വിദ്യാഭ്യാസത്തേക്കാൾ ഹീനമായ വിദ്യാഭ്യാസമാണ് അയാൾ നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി ഇവിടെ പ്രതിഷേധിക്കാനുണ്ട്. ഇസ്രായേലിൽ അങ്ങനെയല്ല. ഗ്രീറ്റ തേൺബർഗെങ്കിൽ തേൺബർഗ് അവരുടെ ലക്ഷ്യം കാണുന്നവരെ ഏത് ശത്രുക്കൾ ഇവിടെ വന്നാലും ശരി പിടിച്ചു കിട്ടും. അല്ലാതൊന്നും യുദ്ധം ജയിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ ഈ മനുഷ്യകാരുണ്യം, അതുപോലെ തന്നെ മനുഷ്യത്വം. കഴിഞ്ഞ 2023 ഒക്ടോബർ 7 അവരുടെ 1200 പേർ, ഇസ്രായേലിൻ്റെ 1200 പേർ
കൊല്ലപ്പെടുക, 250-ലധികം പേരെ പിടിച്ചു വെക്കുകയും ചെയ്തു. അതിന് ആർക്കും ഒരു മനുഷ്യ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലെന്നേ. ഇതൊക്കെ ഒരു ഇസ്രായേൽ വിരുദ്ധതയാണ്, ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് പോലെ അതിൻ്റെ വിരുദ്ധത. അപ്പോൾ സ്വീഡനിൽ ഇപ്പം 3 കോടി കുട്ടികൾ പോഷകാഹാര ദാരിദ്ര്യം കൊണ്ട് പിടയുക. അത് വലിയൊരു പരിസ്ഥിതി പ്രശ്നവും കൂടെ. എന്താ ഗ്രീറ്റ തേൺബെർഗ് അങ്ങോട്ട് പോയാൽ സ്വീഡനല്ല, ക്ഷമിക്കണം, സുഡാൻ. സ്വീഡനിലൊരു കുഴപ്പമില്ല, സ്വീഡൻകാരിയാണ് ഈ ഗ്രീറ്റ തേൺബെർഗ്. ഞാൻ പറഞ്ഞത് സുഡാൻ. ആ സുഡാനിൽ സുഡാപ്പികൾ നടത്തുന്ന യുദ്ധമാണ്, 2 കൂട്ടം സുഡാപ്പികൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾക്കും കുഴപ്പം, മുസ്ലിങ്ങൾ തമ്മിലല്ലേ കുഴപ്പമില്ല. പക്ഷേ ജൂതന്മാർ മുസ്ലിങ്ങളെ കൊല്ലാൻ പാടില്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്നിട്ട് 3 കോടി പാവപ്പെട്ട കുട്ടികളവിടെ മരിച്ചു വീഴും ആഹാരം കിട്ടാതെ, യുദ്ധത്തിലെ കെടുതികളിലുമായിട്ട്. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, തെക്കൻ സുഡാനും വടക്കൻ സുഡാനുമായിട്ട്. എന്താ ഒരൊറ്റ ഇസ്ലാമിക രാജ്യം, എന്താ ഇവിടുത്തെ ഒരു ഇസ്ലാമിക പ്രവാചകൻ, ഒരു ഇസ്ലാമിക പണ്ഡിതൻ, അവരോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷമോ കോൺഗ്രസോ ഒന്നും ഇതുവരെ ഒരൊറ്റ വാക്ക് അതിനു വേണ്ടി പറഞ്ഞില്ലല്ലോ. ഈ കുട്ടികൾക്ക് വേണ്ടി ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്നല്ലേ എല്ലാവരും പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കുന്നത്, വി മധുസൂദനൻ നായരെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരൊന്നും ഇത് പറയുന്നില്ല? അപ്പോൾ ഇതിലെല്ലാം രാഷ്ട്രീയമാണ്, വർഗീയതയാണ്. ഒരു ഇസ്രായേലുകാരൻ കൊന്നെങ്കിൽ അത് പ്രശ്നം, മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഷിയയെ മുസ്ലിം കൊന്നാലും പ്രശ്നമില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. പള്ളികളിൽ കയറി ഷിയാക്കളെ പ്രാർത്ഥിക്കുന്നതിനിടെ കൊല്ലാറില്ലേ? എവിടെയാണ് പ്രതിഷേധം വന്നിട്ടുള്ളത്? അപ്പോൾ അവർക്ക് അതിന് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ടു കിൽ എന്ന് ചിലരുടെ ലേബൽ, ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതൊന്നുമില്ല. പാവപ്പെട്ട ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർ അതിന്യൂനപക്ഷമല്ലേ. അതിന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷത്തിൻ്റെ സ്റ്റാറ്റസ് ഇല്ല കേട്ടോ. ന്യൂനപക്ഷത്തിന്, ശക്തിയുള്ള ന്യൂനപക്ഷത്തിന് മാത്രമേ ആ സ്റ്റാറ്റസ് കിട്ടൂ. ഇന്ത്യയിലും അത് തന്നെ, കേരളത്തിലും അത് തന്നെ, അതാ സംഭവം. സിഖുകാരെ പറ്റി ആർക്കെങ്കിലും ഇവിടെ വിലാപമുണ്ടോ? പിന്നെ ബഹായി മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു ന്യൂനപക്ഷമുണ്ട്. ആരെങ്കിലും പറയാം ജൈന മതക്കാരെക്കുറിച്ച്? ബുദ്ധമതക്കാരുമുണ്ട് കേരളത്തിൽ. ആരെങ്കിലും അവരെക്കുറിച്ച് വിഷാദിക്കാറുണ്ടോ? അവരുടെ എന്തിനധികം ആദിവാസികളെക്കുറിച്ച് ആർക്കാ വിചാരമുള്ളത്? അവരെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, പോഷകാഹാരക്കുറവുകൊണ്ട് അവരും മരിക്കുന്നുണ്ട്. ആരറിയുന്നു? റിപ്പോർട്ട് ചെയ്യാൻ പത്രക്കാരൻ പോലും ഇല്ലല്ലോ. അതല്ലേ നമ്മുടെ സ്ഥിതി. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയ നാടകത്തിന് അവസാനം വന്നിരിക്കുകയാണ്. അവിടെ ഗർഭിണികൾ മരിക്കുന്നു, പട്ടിണി കൊണ്ട് മരിക്കുന്നു, രോഗിണികൾ മരിക്കുന്നു, അഭയാർത്ഥി ക്യാമ്പിൽ മരിക്കുന്നു, അവിടെ വെടിയിക്കുന്നു ഇസ്രായേലിനൊക്കെ ഉള്ളത്. അത് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച ചില നെറേറ്റീവുകളാണ്. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു വെച്ചത് ഹമാസ് തന്നെയാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിന് തന്നെയാണ്. അങ്ങനെ കുട്ടികളെയും അവരുടെ മരണത്തെയും വെച്ച് വിറ്റ് കാശാക്കുകയാണ്. ശബരിമല അയ്യപ്പനെ വിറ്റ് കാശാക്കുന്ന ദേവസ്വം ബോർഡ് കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി കാണിച്ചതുപോലെ, അല്ലെങ്കിൽ CPM കാണിച്ചതുപോലെ അവരുടെ പട്ടിണിയെയും ദൈന്യത്തെയും പാത്തോസിനെ വിറ്റ് കാശാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ പാലസ്തീൻ ഹമാസുകാർ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയെന്ന് ചിലർ അങ്ങ് ആഘോഷിക്കുകയാണല്ലോ പല രാജ്യങ്ങളും. ഐക്യരാഷ്ട്രസഭയിൽ ഞങ്ങൾ നെതന്യാഹുവിനെ വിളിച്ചു. അതോടൊപ്പം തന്നെ ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ. അത് പാലസ്തീനുമുണ്ട്, പാലസ്തീനെയും ഗാസയും അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കുണ്ട്. ഇങ്ങ് ഇന്ത്യയെ പോലും, കേരളത്തിൽ പോലും ആ തോന്നൽ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇസ്രായേലിന് ഒരു തിരിച്ചടിയാണോ? ഇസ്രായേൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരും വിചാരിച്ചത് അങ്ങനെ. ഐക്യരാഷ്ട്രസഭ ഇയാൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോകുന്നു. അവന് മാതൃഭൂമി പത്രം പിറ്റേന്ന് ആവേശഭരിതരായിട്ട് നെതന്യാഹു കൂക്ക് വിളിക്കുകയായിരുന്നു. നെതന്യാഹു എന്നും പറഞ്ഞാണ് എഴുതി വിട്ടത്. നാണവല്ലൊരു പത്രത്തിൻ്റെ ഹെഡ്ലൈൻ. ഇപ്പം നെതന്യാഹു ആരാ? അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വലം കൈയാണേ. മാതൃഭൂമിക്കാരുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ കേൾക്കും. ഇന്ന് പത്രമില്ല. വലം കൈ ഹമാസിനെ തുരത്തി അവിടുന്ന് ആണത്തത്തോട് നിന്ന് പോരാടി ഭീകരന്മാരോട്. തൻ്റെ രാജ്യത്തെ 1300 പേരെ കൊന്ന ഹമാസിനോട് പ്രതികാരം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലായിരുന്നു പേര്. അവന്മാരെ അങ്ങനെ ഭീകരവാദികളെ പിന്നെ എങ്ങനെ കഴിയണം? ഉമ്മ കൊടുക്കണം എന്നാണോ മാതൃഭൂമി പറയുന്നത്? എന്നിട്ട് ഭീകരവാദികളെ വേട്ടയാടുന്നവരെ കൂ എന്ന് വിളിച്ചാൽ മതി. അവിടെ ഇരുന്നുണ്ട്, എളുപ്പമുണ്ടല്ലോ. കൂ എന്തൊരു മിടുക്കായിപ്പോയി. നാണമില്ലാത്ത പത്രം എന്നല്ല എന്താ പറയുന്നത്. KPK ചോവനവിന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എവിടെ നിൽക്കുന്നു നെതന്യാഹു? നിങ്ങൾ കൂവി വിളിച്ചുകൊണ്ട് എന്താ അയാൾ പോയി ആത്മഹത്യ ചെയ്തു നാണം കെട്ടിട്ട്? അയാളുടെ കയ്യിലാണ് ഇന്ന് പാലസ്തീൻ മുഴുവൻ. അയാൾ തീരുമാനിക്കും അതിൻ്റെ ഭാഗധേയം. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അതാണ് ചുണ. അതാ തൻ്റെ ഇടം. നട്ടല്ലേ ഉറപ്പ്.
പിന്നെ അതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും ഉറപ്പ് വേണം. ആ ഉറപ്പ് അയാളുടെ ഉണ്ട്. അയണ്ടോമൊന്നും വേണ്ട, ശരീരത്തിൻ്റെ ആ ഒരു ധൈര്യം. ബുദ്ധിയിൽ നമ്പർ 1 ആണ് ഇവർ, ജൂതവർഗം. ലോകത്തെ അതിന്യൂനപക്ഷമേ ഉള്ളവർ. പക്ഷേ ബുദ്ധി എവിടെ ഇവരുണ്ടെങ്കിലും അവരുടെ ബുദ്ധി അവർ തെളിയിച്ചിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് നമ്മുടെ ഈ തമിഴ് ബ്രാഹ്മിൺസില്ലേ, അവരും അങ്ങനെയാണ്. അവർ എവിടെ ഉണ്ടെങ്കിലും അവരുടെ ബുദ്ധി ജീവിക്കും. കേരളം ഇന്ത്യയിൽ നിന്ന് നൊബേൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞർ ഒരാളെങ്കിലും 1-2 പേരെങ്കിലും അവരാണ്, ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ചില ജീൻ പൂളുകളാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുപോലെ ഈ പലസ്തീൻകാരെന്ന് പറഞ്ഞാൽ അക്രമം അവരുടെ ജീനിൽ കലർന്നിരിക്കുന്നത്. അവർക്ക് കൃഷി വേണ്ട, വ്യാപാരം വേണ്ട, അവരുടെ കുടുംബം പോലും വേണ്ട, അവരുടെ മക്കളെ പോലും വേണ്ട. കൊല്ലണം, മറ്റുള്ളവനെ കൊല്ലണം. പലസ്തീൻ പ്രദേശത്ത് ഒരു അനിസ്ലാമിക രാജ്യം പാടില്ല, അതൊരു അശ്ലീലമാണ് എന്ന് വിശ്വസിക്കുക. അവരുടെ ജീനിൽ അങ്ങനെയുള്ള പകയും പകയുടെ കറയും ഒക്കെ ചേർന്നിരിക്കുക. അങ്ങനെയാണ് അവരുടെ ജീനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൊലപാതകം, മിലിറ്റൻ്റ് ആയിട്ടുള്ള മൃഗം. ഇപ്പോൾ കടുവ കണ്ടിട്ടില്ല, കടുവയ്ക്ക് കൊല്ലാനേ അറിയൂ, കൊന്നു തിന്നാനേ അറിയൂ, പുലിക്കും സിംഹത്തിനും. പക്ഷേ മാനിന് അത് പറ്റുമോ? ഏതെങ്കിലും മൃഗത്തെ കൊന്നു തിന്നുമോ എന്ന് പറയുന്ന പോലൊരു സംഭവമാണ്. പക്ഷേ ഇത് അതിപ്രസരമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അല്ല, അതാണ് ചോദ്യം സാറേ. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഇസ്രായേലിനെ ബാധിക്കുമോ? ഒറ്റപ്പെട്ടിട്ടില്ലെന്നേ, അമേരിക്ക കൂടെ നിൽക്കുകയല്ലേ. ഇന്നിപ്പോൾ അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെ രാജ്യങ്ങൾ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവരോടൊപ്പം നിൽക്കുകയാണ്. ബ്രിട്ടൻ ഇവരോടൊപ്പം നിൽക്കുകയാണ്. ബ്രിട്ടൻ്റെ ഋഷി സുനാക്കാണ് ഈ ഒത്തുതീർപ്പ് എഴുതി തയ്യാറാക്കിയത്. അമേരിക്കയുടെ വൈറ്റ് ഹൗസിലിരുന്നാണ് ഇത് ഒപ്പിട്ടത്. വൈറ്റ് ഹൗസിലിരുന്ന് നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കൂടാണ് ചർച്ച ചെയ്തത്. അവിടെ എങ്ങനെ ഒറ്റപ്പെടൽ വരുന്നു? നിങ്ങളുടെ കൂക്കുവിളി, മാതൃഭൂമിയുടെ കൂക്കുവിളിയായിരിക്കും ശരിക്കും ഒന്ന് നെതന്യാഹുവിൻ്റെ ശക്തി ഊക്കായിട്ട് മാറി. മാതൃഭൂമിയുടെ കൂക്കുവിളി നെതന്യാഹുവിൻ്റെ ഊക്കായിട്ട് മാറി. പെരുമാറുക, കപ്പലുകൾ വരെ പിടിച്ചെടുക്കുകയാണ് ഒരു ചെറിയ രാജ്യം. അല്ലാതെ ഭീകരതയെ നിങ്ങൾക്കല്ല നേരിടാൻ പറ്റില്ല. ഭീകരതയെ നിങ്ങൾ അഹിംസ കൊണ്ട് നേരിടാൻ പറ്റില്ല. ഹിന്ദുക്കൾ പണ്ട് ചെയ്ത പോലെ ഭീകരതയെ നേടാൻ, ഇസ്ലാമിക ഭീകരതയായിരുന്നു വിഭജനകാലത്ത്. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കൈയും കെട്ടിതേ ഇങ്ങനെ നിന്നോ, ചെയ്യുന്നത് ചെയ്തോട്ടെ. അവർ കഴുത്തും വെട്ടി വെച്ച് അവരുടെ പാട്ട്. അതാ സംഭവിച്ചത്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കണം. വെട്ടുന്ന പോത്തിൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? അതാണോ വേണ്ടത്? നിങ്ങൾ ഓടിപ്പോവുകയെങ്കിലും വേണം. അല്ലെങ്കിൽ പോത്തിൻ്റെ അടുത്ത് ചെന്ന് അഭ്യുത്ഥാനമധർമ്മസ്യം, അല്ലെങ്കിൽ പിണറായി വിജയൻ ആ പമ്പ അയ്യപ്പ സംഗമത്തിൽ പാടിയതുപോലെ പിന്നെ എന്താ ചന്തോക്യോപനിഷത്തിൽ നിന്ന് 2 വരി എടുത്ത് പറഞ്ഞാൽ പോത്തത് കേൾക്കും എന്ന് പറയുന്ന പോലെ വെളിവ് കെട്ട് വരുന്നവനെ പിടിച്ചു നിർത്തണം, പിടിച്ചു കെട്ടണം തൻ്റെ അടുത്തോടു കൂടി. അതല്ലെങ്കിൽ ഓടി രക്ഷപ്രാപിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കാലടികളിൽപ്പെട്ട് നിങ്ങൾ ചത്തുപോകും, ശവമായി പോകും, പവനായി ശവമായി പോയി. അതിന് എന്തായാലും വഴങ്ങുന്നില്ല. നെതന്യാഹു തന്നെ വിജയിച്ചിരിക്കുന്നു. ഇനി ഒന്നുകിൽ ഹമാസ് മരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്യും കുറച്ചു കാലത്തേക്കെങ്കിലും. അതിന് തുരപ്പന്മാരാണ്, അവർ വീണ്ടും കയറി വരും, സംശയമില്ല. ഇത് ഞാൻ പറയുന്നത് പലസ്തീൻകാരോടുള്ള പൂർണ്ണ ബഹുമാനത്തോടു കൂടിയാണ്. പലസ്തീൻകാരുടെ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ട്, പലസ്തീൻ ലിബറേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഗവൺമെൻറ്. മഹ്മൂദ് അബ്ബാസ്, അദ്ദേഹത്തിനോടുള്ള സർവ്വ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഗൊലാൻ ഹൈറ്റ്സിൽ ഒരു ഭാഗം, അതുപോലെ തന്നെ ഗസയുടെ ഒരു ഭാഗം, യെരുശലേമിൻ്റെ ഒരു ഭാഗം വെച്ചുകൊണ്ടൊരു പലസ്തീൻ രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രം ഭരിക്കുന്ന അദ്ദേഹമാണ്. പക്ഷേ ഈ ഗാസ, പുതുതായിട്ട് വരുന്ന ഗാസ ഭരിക്കുന്ന അദ്ദേഹമായിരിക്കില്ല. ട്രംപും അതുപോലെ തന്നെ ഋഷി സുനാക്കും കൂടി ചേർന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും ഭരിക്കുന്നത്. ഈജിപ്തിൽ നിന്നും ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.